അത് തന്നെ ഈ ചെറിയ റോഡുകളിൽ നിന്നായി പ്രവേശിച്ചു വരുന്ന വാഹനങ്ങൾ മാത്രമാണ്. പ്രധാനപ്പെട്ട MG റോഡിന്റെ തെക്കേറ്റമായ തേവര മുതൽ വടക്കേറ്റമായ മാധവ ഫാർമസി ജംഗ്ഷൻ വരെ പ്രധാനപ്പെട്ട പാതയിലൂടെയുള്ള ഗതാഗതം പോലീസ് നിയന്ത്രിച്ചു കഴിഞ്ഞു. ഈ ആംബുലൻസ് നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിനനുസരിച്ച് ഇട റോഡുകളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ഈ ആംബുലൻസിന് മാത്രമായി കടന്നു വരുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10 കിലോമീറ്റർ ദൂരമാണ് നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്കുള്ളത്. അത് 10 മിനിറ്റിൽ താഴെ സമയത്തിൽ താണ്ടുക എന്ന ലക്ഷ്യമാണ് ട്രാഫിക് പോലീസിനുള്ളത്. ബിനിൽ, നാവികസേന ആസ്ഥാനത്ത് നിന്നും അതിന്റെ കവാടത്തിലേക്ക് എത്തുന്നതിന് ഏതാണ്ട് 3 മിനിറ്റോളമാണുള്ളത്. ബാക്കിയുള്ള സമയത്ത് എപ്പോഴെങ്കിലും ആംബുലൻസിന്റെ ഗതിക്ക് തടസ്സമാകാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഇപ്പോൾ നിലവിൽ MG റോഡിൽ ഉണ്ടോ? അത്തരത്തിൽ ആംബുലൻസ് കടന്നു പോകുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരിക്കില്ല. പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ആംബുലൻസ് MG റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. MG റോഡിന്റെ തെക്കേ അറ്റത്തുകൂടി ഇപ്പോൾ ആംബുലൻസ് കടന്നു വരികയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആംബുലൻസ് കടന്നു വരികയാണ്. MG റോഡിലെ KPCC ജംഗ്ഷനിലൂടെ ഹൃദയവും കൂടി കൊണ്ടുള്ള ആംബുലൻസ് ലിസി ആശുപത്രിയുടെ ആംബുലൻസ് കടന്നു പോവുകയാണ്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. വളരെ വേഗത്തിൽ തന്നെ നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ വേഗത്തിൽ ഇപ്പോൾ ഈ ആംബുലൻസ് KPCC ജംഗ്ഷനിലൂടെ കടന്നുപോയിരിക്കുന്നു. അതായത് ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നാവികസേന ആസ്ഥാനത്ത് നിന്ന് ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കുന്നതിന് പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. 5 മിനിറ്റുകൾക്കകം ഈ ആംബുലൻസ് ലിസി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇപ്പോൾ ബിനിൽ നമുക്ക് കാണാൻ സാധിച്ച സ്ഥലത്ത് നിന്നും ലിസി ആശുപത്രിയിലേക്ക് എത്ര ദൂരമുണ്ട്? ഈ വേഗത്തിലാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്താൻ സാധിക്കും? 5 കിലോമീറ്റർ താഴെ ദൂരമാണ് നമ്മളിപ്പോൾ ആംബുലൻസ് കടന്നുപോയ ഏരിയൽ ദൃശ്യങ്ങൾ കണ്ട KPCC ജംഗ്ഷനിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്കുള്ളത്. ഇതേ വേഗതയിൽ ആംബുലൻസ് കടന്നു പോവുകയാണെങ്കിൽ 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ലിസി ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസിന് എത്തിച്ചേരാൻ കഴിയും. നമ്മൾ നേരത്തെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരുന്നത് 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഈ ഹൃദയം നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. ആ ദൗത്യം ഏതാണ്ട് പൂർത്തീകരിക്കാൻ നിമിഷ നേരങ്ങൾ. പ്രദീപ് ജോസഫും ചേരുന്നു നമ്മളോടൊപ്പം. പ്രദീപ്, ആ വാഹനത്തെ ആംബുലൻസിനെ പിന്തുടരുന്നുണ്ട്. പ്രദീപ്, എത്ര വേഗത്തിലാണ് ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്? MG റോഡ് മാധവ ഫാർമസി ജംഗ്ഷനിൽ നിന്ന് കച്ചേരിപ്പടിയിലേക്ക് ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വാഹനങ്ങളും പോലീസ് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം 8 മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ ലിസി ആശുപത്രിയിൽ തേവര നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് കേവലം 8 മിനിറ്റിന് ഉള്ളിൽ എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി കേവലം 2 ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ജെയിനസ് രാജുവും ചേർന്നു. ജെയിൻ, എത്രയും വേഗത്തിൽ തന്നെയാണ് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നാവികസേന ആസ്ഥാനത്ത് നിന്നും ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഹൃദയവുമായി വാഹനം അവിടെ എത്തും. അവിടുത്തെ തയ്യാറെടുപ്പുകൾ എത്രത്തോളം പുരോഗമിച്ചു കഴിഞ്ഞു? കച്ചേരിപ്പടി ജംഗ്ഷൻ പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം 1-2 മിനിറ്റിനകം തന്നെ ആംബുലൻസ് ലിസി ഹോസ്പിറ്റൽ എത്തും. എന്തായാലും ഇവിടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ ആംബുലൻസും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയയിലേക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കടക്കും. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ. അദ്ദേഹം ഈ ആംബുലൻസിനോടൊപ്പമുണ്ട്. പ്രധാനമായും തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള മാത്യു അച്ചാടൻ എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹൃദയം എത്തിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഏകദേശം എത്താറായി എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നോർത്ത് പാലത്തിൽ നിന്നും ലിസി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് ആംബുലൻസ് തിരിഞ്ഞിരിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് പൂർണ്ണമായും സജ്ജമായി നിൽക്കുകയാണ്.